ഇപ്പം ഞാൻ ഈ മുറിച്ചെടുക്കുന്ന ഈ വലിയ മരം പോലത്തെ ചീര ഉണ്ടല്ലോ, ഇത് പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പൊതുവെ ഇത്രയൊന്നും ആരും വലുതാക്കില്ല. ഇത് മുറിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണിത്. അന്ന് ഇത് മുറിച്ചതാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്പ്ലിറ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നുണ്ടല്ലോ അങ്ങനെ ചെതറി ചെതറി നിൽക്കുന്നുണ്ടായിരുന്നു. ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വിത്തായിട്ടും പിന്നെ നമ്മുടെ ഓണർ അവരിവിടെ വിത്തൊക്കെ കൊണ്ടുവന്നിട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒത്തിരി ഉണ്ടായത് കേട്ടോ. ഇപ്പം കണ്ടോ, ഇപ്പം പിന്നെ ഞാനും എന്തായാലും ആ വലുത് മുറിച്ച് കളഞ്ഞില്ല. അതും എന്തായാലും ഒരുപാട് വിത്ത് ഉണ്ടാവും. നമ്മളിങ്ങനെ വിത്തും ഏറെ നമ്മളിപ്പോൾ ഇത് മുറിക്കാന്ന് വിചാരിച്ച ഒരുവിധം എല്ലാത്തിൻ്റെ മേലും കതിര് വന്ന് തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ഈ സമയത്തൊന്നും എല്ലാം മുറിക്കുക, അതായത് നല്ല മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ. പക്ഷെ ഇന്ന് പോകേണ്ടതായതുകൊണ്ട് ഇപ്പോൾ മുറിക്കണം. ഇനിയിപ്പോൾ ഇത് മുറിച്ച് ചെയ്യണ്ടല്ലോ, അതിന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? ഏട്ടന് മനസ്സിലായോ? അതിൻ്റെ ഈ തണ്ടില്ലേ, ഈ നേരത്തൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് കാണാം. ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏർലി മോർണിംഗ് ഓർ ഈവനിങ്. ശരിക്കും നമുക്ക് ഇത്ര മതി. പക്ഷെ ഇതൊക്കെ കണ്ട പിന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്കിവിടെ ചീര മാത്രമല്ല, ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുഞ്ഞു കറിവേപ്പിൻ്റെ തൈയും ഇതും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു മുരിങ്ങ, അവിടെ തന്നെ ഒരു പപ്പായ, അതൊക്കെ ഉണ്ട്. കുഞ്ഞുള്ളി അല്ല കഞ്ഞുള്ളി, ഇതിൻ്റെ ഇടയിൽ ഒരു തക്കാളി കണ്ട, ഇതിന് കണ്ട ഈ വിത്ത്. സോ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ഒരു വിളവോട് അല്ല ഒരു വിത്ത് വിതയ്ക്കലാണ് നടന്നത്. എല്ലാം കൂടി മുറിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷയൊക്കെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ? ഞാൻ എൻ്റെ മറ്റേ ചക്കയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പ്ലാവിൻ്റെ മേലെ ഒരു വള്ളി കയറിപ്പോയിട്ട് അതിൽ നിറയെ പാഷൻ ഫ്രൂട്ട് പോലെ ഒരു സാധനമായിരുന്നു എന്ന്. അത് ആ ടൈമിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഞാനാണെങ്കിൽ വീഡിയോയിൽ നോക്കണതിൻ്റെ ഇടയിൽ എൻ്റെ കൈമയ്ക്ക് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ആ ചെളിയും എന്തൊക്കെയോ പൂത്തതൊക്കെ കണ്ടത്, അങ്ങനെ ആക്കതായിട്ട് കളഞ്ഞ്. ശരിക്കും അത് താഴെ നിറയെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏകദേശം പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ തോന്നുന്നു. പക്ഷേ ഇത് ചീഞ്ഞാണോ അതിന് എന്തെങ്കിലും മെഡിസിനലാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. ഇനി എഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ടാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് വള്ളി പറഞ്ഞാൽ നല്ല കനമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏട്ടനത് കൊത്തി ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും അത് വാടാണ്ട് തന്നെ മേളിലും അത്യാവശ്യം സർവൈവ് ചെയ്യേണ്ടി തോന്നുന്നു. അതിന് ഇതേ മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെട്ടിയപ്പോഴാണ് മറ്റേ വെള്ളമൊക്കെ വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ദേ ഈ ഒരു വള്ളി വെട്ടിയപ്പോഴാണ്. പിന്നെ ഇത് എന്തായാലും ഇപ്പം അതെല്ലാം നശിച്ച് പോയെടുക്കണു, അവിടെ ഒന്നും ഇല്ല. എന്തായാലും യൂസ് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇത് ആ പ്ലാവിനെ കൊല്ലുന്നു തോന്നിയോണ്ട് വേഗം അതിനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ മേലേക്ക് അത്രയും ഇതായിട്ട് പടർന്ന് പോയിട്ട് കേട്ടോ ആ എൻഡിലൊക്കെ ഇത് ഇപ്പോഴും വീഴാണ്ട് തന്നെ വള്ളി കരിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഇടയ്ക്ക് ഒരു വേഴാമ്പൽ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്ന് തൊട്ടപ്പുറത്തെ ചില്ലയിലാണ് തോന്നുന്നത്. ഇതാണെങ്കിൽ ഞാൻ പമ്മി പോയിട്ട് അതിനെ വീഡിയോ എടുത്തത്. ഈ ടൈപ്പ് വേഴാമ്പലിനെ ഞാൻ എന്തായാലും ആദ്യമായിട്ടോ